ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പം അതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതാണിത്. ഒരു കുഴപ്പവും ഇല്ല. അപ്പം അതുപോലെ തന്നെ നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം അതുപോലെ തന്നെ ചെയ്യുകയും വേണം. സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആ ഡൈ ഇട്ടാലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി സാധാരണ നമുക്ക് ഹെന്ന ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഓറഞ്ച് കളറായിരിക്കും. പക്ഷേ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഈ കറുത്ത മുടിയുടെ ഇടയിൽ കൂടി നമ്മുടെ എന്താ പറയുക ഒരു റെഡ് കളറാവും മുടിക്ക്. ശരിക്കും പറഞ്ഞാൽ അത് അറിയത്തില്ല നമുക്ക്. അതുപോലത്തെ കളറായിരിക്കും നമ്മൾ ഈ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് നീലമരി ഇതിൻ്റെ പുറകെ യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അതും ഞാനിതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നീലമരി ഇട്ടിട്ട് നമുക്ക് ചൊറിച്ചിൽ അങ്ങനെയൊന്നും വരത്തില്ല. ഒരു നുള്ള് ഉപ്പിട്ടാൽ മതി, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. മുടി പെട്ടെന്ന് കറക്കാനും നല്ലതാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മുടെ വേപ്പിലയും കരിഞ്ജീരകവും ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് നിങ്ങളെന്തായാലും ആഴ്ചയിൽ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ആയിരിക്കുള്ളൂ. ഞാനിപ്പോൾ മാസത്തിൽ ഇപ്പം നമ്മളിപ്പോൾ കാണിക്കുന്നതും ചെയ്യും. പിന്നെ ആഴ്ചയിൽ നമ്മുടെ വേപ്പിലയും കരിഞ്ജീരകവും കൊണ്ട് ഒരു ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് കളർ കിട്ടുമോ ഇല്ലയോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളങ്ങ് എല്ലാ ആഴ്ചയിലും ഇത് പുരട്ടിക്കോ, നല്ല റിസൾട്ടായിരിക്കും. ഇപ്പം എനിക്കിത് ഇങ്ങനെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നര തീരെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. എനിക്ക് ഈ നരച്ചിരിക്കണേന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇവിടെയാണ് നമ്മുടെ കൂടുതൽ നര വന്നുകൊണ്ടിരുന്നത്. അവിടെ നര വന്നാൽ നമുക്ക് ഏറ്റവും പാട്. ഉള്ളിലോട്ടൊക്കെ നര വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നര നമുക്ക് പെട്ടെന്ന് തന്നെ അറിയണ സ്ഥലങ്ങളാണിത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ എന്ത് ഡൈ ചെയ്താലും മുഖമൊക്കെ വാഷ് ചെയ്യുമ്പോൾ അവിടെ സോപ്പൊക്കെ തട്ടി വീണ്ടും വീണ്ടും നമുക്കവിടെ നരച്ച മുടി കാണും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. ആഴ്ചയിൽ നിങ്ങൾ ഇതെന്തായാലും അത് യൂസ് ചെയ്തിരിക്കണം. വീഡിയോസ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് കയറിക്കാണ്. പിന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുടി നിങ്ങളുടെ കറക്കുമെന്നുള്ള കാര്യം സൂപ്പറായിട്ട് ഞാൻ അത് എന്താ പറയുക അത്രയ്ക്ക് ഇതിൽ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളിത് ചെയ്ത് നോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ നമ്മൾ ഹെന്നയിൽ കുറച്ച് എന്തെങ്കിലും ചായപ്പൊടി വെള്ളം മാത്രമൊക്കെ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും. പിന്നെ അത് എൻ്റെ പുറകിൽ ഞാൻ നീലമരിയുടെ ഇതും കൂടി പ്രത്യേകം ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം നീലമരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടി കറക്കാനായിട്ട് പിന്നെ നല്ലതായിട്ട് മുടി കറുത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം എനിക്കും പറഞ്ഞത് ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് നേരം ഇവിടുത്തെ എല്ലാം പോയി ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയും പറഞ്ഞ് നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡൈ ഉണ്ടാക്കാൻ പോവാണ്, ഒരു ഹെയർ ഡൈ. അപ്പോൾ അത് നല്ല കറുപ്പ് നിറത്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബീറ്റ്റൂട്ടില്ലേ, പകുതി ബീറ്റ്റൂട്ട് എടുക്കുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് മുടി നരയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് തന്നെ എടുക്കണം കേട്ടോ. ഞാനിപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ശകലം എനിക്ക് നരച്ചിട്ടുള്ളൂ. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ആഴ്ചയിൽ നമ്മുടെ കരിഞ്ജീരകം ഇതില്ലേ, ഏപ്പല, അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹെന്ന ഇട്ടിട്ട് നീലമരി ഇട്ട് അതും യൂസ് ചെയ്യാറുണ്ട്. അത് മാസത്തിൽ ഒന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഇതിൽ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മളിപ്പോൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ലേ. ഇതിങ്ങനെ ആകുമ്പോൾ നല്ലതായിട്ട് ഇതിൻ്റെ നീര് കിട്ടും നമുക്ക്. അപ്പം പകുതി നമ്മൾ ഫുള്ളെടുക്കണം, പകുതി.
അപ്പം അത് ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ടോ, ഇത്രയും മതി. ഇനി നമ്മൾ എന്താ ചെയ്ത് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദേ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ബീറ്റ്റൂട്ടില്ലേ, ഇതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് നോക്കാം. അപ്പം അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചായയിലയില്ലേ, ചായപ്പൊടി. അപ്പം നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തു. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഇതിന് 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വേപ്പല പൊടിയാണേ. വേപ്പല പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേപ്പല നന്നായിട്ട് ഉണക്കി പൊടിച്ചാൽ വെക്കാറ്. അതായത് ഇതുകൊണ്ട് ഞാൻ ഹെയർ ഡൈ ചെയ്യാറുണ്ട് ആഴ്ചയിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് പൊടിച്ചു വെച്ചേക്കുക. അപ്പം ഇനി ഞാനിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു 1/4 ഗ്ലാസ് ആക്കി എടുക്കണം. അപ്പം കണ്ട, ഇതിൻ്റെ വെള്ളം തന്നെ നോക്കിക്കാൻ, നമ്മൾ തിളപ്പിച്ചിട്ടും കൂടി ഇല്ല. അതിന് മുമ്പ് തന്നെ അതിൻ്റെ ആ കളർ ഉണ്ടല്ലോ. അപ്പം ഇതിലോട്ട് നമ്മൾ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായപ്പൊടി ഇരട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിയെല്ലാം 1 സ്പൂണാണെങ്കിൽ ചായപ്പൊടി നമ്മൾ നല്ലതായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പലയുടെ പൊടി, കരിഞ്ജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചു. ഇത് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം. അപ്പം ഞാനിത് എൻ്റെ മുടിയുടെ പറയുന്നത്, അധികം മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഈ കരിഞ്ജീരകം നന്നായിട്ട് നമുക്ക് വേപ്പലയും മുടി കറുപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മാസത്തിൽ 1 പ്രാവശ്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു മാസം വരെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നിൽക്കും. പിന്നെ ആഴ്ചയിൽ ചെയ്യേണ്ടത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ആണ്. ഞാനത് എപ്പോഴും പറയും, നാച്ചുറൽ ചെയ്യുമ്പോൾ നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. എന്നിട്ട് പിന്നെ ആഴ്ചയിൽ 1 ദിവസം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടി നമ്മുടെ നരക്കത്തേ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ നമ്മൾ വെള്ളമാണ് നമ്മുടെ ഹെന്നയിലൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മുടി നല്ല കട്ടക്കറുപ്പാവും. അതായത് നിങ്ങൾ വെറുതെ ഹെന്ന തന്നെ ഇടുമ്പോൾ തന്നെ മുടി കറുത്ത് വരും. പിന്നെ നമുക്ക് നീലമരി പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മികച്ച ഡൈകളിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഇത് തന്നെയാണെന്ന് പറയാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മാസത്തിൽ 1 ചെയ്ത് മറ്റേതും കൂടി ചെയ്യണോണ്ട് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ നല്ല കറുപ്പ് നിറം കിട്ടും. എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കൂടുതൽ നാൾ കറുപ്പ് നിറം തലക്ക് നിൽക്കും. എന്നുവെച്ചാൽ ആഴ്ചയിൽ നമ്മളിത് ചെയ്ത് കൊടുക്കണല്ലേ മറ്റേ നാച്ചുറൽ ഡൈ. കണ്ടോ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഒരു നിറം, കരിഞ്ജീരകത്തിൻ്റെയും വേപ്പലയുടെയും ബീറ്റ്റൂട്ടിൻ്റെ എല്ലാം നിറം, ചായപ്പൊടിയുടെയും കൂടി അങ്ങ് ഇറങ്ങി. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് 1/4 ഗ്ലാസ് വരെ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഒക്കെ പറ്റിയ 1/4 ഗ്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഇരുമ്പ് ചട്ടി എടുക്കുക. ഇരുമ്പ് ചട്ടി തന്നെ വേണം കേട്ടോ എപ്പോഴും എടുക്കാനായിട്ട്. എന്ത് സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചാലും നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എനിക്കിത് കുറച്ച് മതിയേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. നല്ല മുടിയുള്ളവർക്ക് അധികം എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ചതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ ഈ കരിഞ്ജീരകം ഇത്രയും മതി ഇതിലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ കൂട്ടുണ്ടാക്കിയപ്പോൾ നമ്മൾ കരിഞ്ജീരകം ഇതിലൊഴിച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ മിക്സ് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതധികം അങ്ങോട്ട് ലൂസായും പോകരുത്. ലൂസായിപ്പോയാൽ നമ്മുടെ മുടിയിൽ പിടിക്കത്തില്ല. അപ്പം എനിക്ക് ചെയ്യേണ്ട ഇത്രയും പാകം മതിയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പകുതി ബീറ്റ്റൂട്ട് ഇട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നതല്ലേ, അപ്പം നമുക്കറിയാം ഇത്രയും മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇട്ടത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നാളെ നമുക്ക് ഇത്തിരിയും കൂടെ ഒന്ന് ഇതായി കിട്ടും കേട്ടോ. ഇത് അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം നാളെ നമുക്ക് ഓവർനൈറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇത് നല്ലൊരു കളറായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല ബ്ലാക്ക് കളറ് കിട്ടണം. ഇപ്പം ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും മുടി ചുമക്കത്തില്ലേ എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചുമന്ന് വരത്തില്ല. നല്ലൊരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും. അതായത് നമ്മൾ തലയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ചെയ്തെന്നുള്ള ഒരു ഇത് വരത്തില്ല. നല്ല ബ്ലാക്ക് റെഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഇതിലേ കിട്ടത്തുള്ളൂ. അതെ, ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അടച്ചു വെക്കാനായിട്ട്. ഇനി നമുക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് കാണാം എങ്ങനെയാണെന്ന് നാളെ രാവിലെ. അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുള്ള കേട്ടോ നമ്മുടെ ഈ ഡൈ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ നിറം നിങ്ങൾ കണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല കറുത്ത നിറമായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലൈറ്റിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കലും ഓവർനൈറ്റായിട്ട് വെച്ച് നമ്മൾ ഇതിലുള്ള മിക്സുകളും ഇട്ടിട്ടുള്ള ഒരു ഡൈ ആണിത്. അപ്പം ഇതെന്തുമാത്രം റിസൾട്ട് തരുമെന്നുള്ള കാര്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെന്ന മേടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു കട്ടൻ ചായ തിളപ്പിച്ച് അതിലോട്ട് ഒഴിക്കും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇതിൽ കുറച്ച് കരിഞ്ജീരകത്തിൻ്റെ പൊടി അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളം തിളപ്പിച്ചതിൽ നമ്മൾ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ മുടി നല്ലതായിട്ട്, സാധാരണ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി ഒരു ഓറഞ്ച് കളറായിരിക്കുള്ളൂ അല്ലേ? ഇതിലെ ഇൻഗ്രീഡിയൻറ്റും ഇതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്കിത് നമ്മുടെ ബ്ലാക്ക് റെഡായിട്ടാണ്, നമുക്കറിയത്തില്ല നമ്മൾ ചെയ്തെന്ന് പോലും. അതായത് അതുപോലൊരു നിറമായിരിക്കും നമുക്ക് കിട്ടുന്നത്, അറിയത്തില്ല. പിന്നെ നമ്മൾ നീലമരി യൂസ് ചെയ്യണവരാണെങ്കിൽ നീലമരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് നമ്മൾ ഡൈ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ എനിക്കും ആദ്യം നല്ലതായിട്ട് മുടി നരച്ചിരുന്നാണ്. മുടി നരച്ചിരുന്ന് പറഞ്ഞാൽ താഴോട്ടൊന്നും അങ്ങനെ ഒട്ടും നരച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് നരച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് മാറാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നര തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് നര കൂടെയല്ല ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ ആഴ്ചയിൽ, ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ നമ്മുടെ വേപ്പിലയുടെ ചെയ്യുക, വേപ്പിലയും കരിഞ്ചീരവും. ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും അത് ആഴ്ചയിൽ ഒന്ന് നിങ്ങളത് പുരട്ടുക. അപ്പോൾ ആദ്യം ഞാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടും കളറിലല്ല എന്നൊക്കെ പറഞ്ഞാണ് എനിക്കും ഇതായത്. പക്ഷേ ഒന്നും നിങ്ങൾ നോക്കണ്ട, ആഴ്ചയിൽ നിങ്ങളങ്ങ് പുരട്ടി കൊടുക്കുക. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം അതും ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടാണ് നമുക്ക് മുടി നരക്കത്തേ ഇല്ല, നരച്ചത് നമ്മുടെ ബ്ലാക്കായിട്ട് മാറും. അപ്പോൾ ഈ വിശ്വാസമില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത്, അത് നടക്കത്തില്ല, അത് കറുപ്പാവില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വശമൊക്കെ ഞാൻ നല്ലതായിട്ട് നരച്ചിരുന്നത്. ഇപ്പം എനിക്ക് ഈ വശമൊന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പം എൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാനത് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചപ്പോൾ അതൊട്ട് കാണാനുള്ളൂ. ഇവിടെ കുറച്ച് നന്നായിട്ട് നരച്ചിരുന്നേച്ച് ഈ ഭാഗമൊക്കെ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ കറുത്ത മുടിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാ? കറുത്ത മുടിയല്ല, ഇവിടെയൊക്കെ ഉണ്ട് മുടി. അപ്പം നമുക്കാണെങ്കിൽ ഈ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളറ് ഓറഞ്ച് കളറായിട്ടിരിക്കില്ല, നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കും. അതിന് നമ്മൾ എന്തൊക്കെയാണ് പുരട്ടിയതെന്ന് അതിൽ തിളപ്പിച്ചത് നമ്മൾ കരിഞ്ജീരകം ഇട്ട്, ചായപ്പൊടി കുറച്ച് അധികം ഇടണം കേട്ടോ, ചായപ്പൊടി 2 സ്പൂൺ, പിന്നെ കരിഞ്ജീരകം, പിന്നെ ബീട്രൂട്ട് നമ്മൾ ചെറുതാക്കി, അതിൻ്റെ നീരൊഴിക്കണ്ട, ബീട്രൂട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി തിളപ്പിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. അങ്ങനെ വേണം നമ്മൾ ഇത് വറ്റിച്ചെടുക്കണം ആ വെള്ളം. നല്ല റിസൾട്ടാന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക്. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചേക്കണം. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവധിയുള്ള ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ ഈ വശമൊക്കെ ഇല്ലേ ശരിക്കും നരച്ചിരുന്നത്. നമുക്ക് ഏറ്റവും പാട് നമ്മുടെ നര അകത്തോട്ടാണെങ്കിൽ സഹിക്കുക, ഈ നെറ്റിയുടെ ആ ഭാഗം തുടങ്ങി നമുക്ക് നരച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടെ നര വരും. എന്താണെന്നറിയോ, നമ്മളെപ്പോഴും മുഖം കഴുകുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വശത്തുള്ള ഇത് നമ്മുടെ പെട്ടെന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സൈഡിലുള്ള നര മാറാനൊക്കെയുള്ള ഏറ്റവും ബെറ്റർ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പിന്നെ വെറുതെ കുറച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് വെറുതെ ചായപ്പൊടി ഇട്ടാലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ മുഴുവൻ ചെയ്യുക. പിന്നെ ആഴ്ചയിലും ഒരു കാര്യം ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ നേരത്തേക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മാസത്തിൽ ചെയ്യണം. ഇപ്പം എനിക്ക് തോന്നുന്നു അതും കൂടി എനിക്ക് വേണ്ടി വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നരയില്ല, നര കുറഞ്ഞു. അപ്പം എല്ലാവരും പറയണ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഉള്ള നരയും കൂടി നമുക്ക് ഉണ്ടാകത്തില്ല.
ഇപ്പം കെമിക്കൽ യൂസ് ചെയ്യണവരാണെങ്കിൽ ശരി, നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഈ കെമിക്കൽ ഉപയോഗിച്ചാൽ എന്താ പറയുക, മുഖത്തോട്ടൊക്കെ കളർ പിടിക്കും, കറുപ്പ്. അപ്പം ചിലവർക്ക് പിന്നെ ചെയ്യാൻ പറ്റാണ്ട് വരും, അലർജി ആവും. അങ്ങനെ പല ഇതുകൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്ക് അങ്ങനെ കറുപ്പ് നര അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീലമരി, പണ്ടൊക്കെ നീലമരി ഉപയോഗിച്ചിരുന്നേ. പക്ഷെ നീലമരി ഇടുന്ന ഗുണം എന്താണെന്നറിയാം, നമുക്ക് ഉള്ള മുടിയും കൂടി പിന്നെ നമുക്ക് വരുന്നത് കറുത്തേ വരത്തുള്ളൂ, ഒരു കുഴപ്പവും ഇല്ല. ഞാനപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ നീലമരി ഉപയോഗിക്കുന്നുണ്ട്. ഈ നീലമരി ചൊറിച്ചിലുണ്ടെന്ന് പറയണം മിക്കവരും. അതിൽ നിങ്ങൾ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ടൊന്ന് നോക്കട്ടെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആരോ പറഞ്ഞു ഉപ്പിടാൻ പറഞ്ഞു. പക്ഷെ ഉപ്പിട്ടതിന് ശേഷം ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ചൊറിഞ്ഞിട്ടില്ല. ഉപ്പെന്ന് പറഞ്ഞാൽ കണ്ടമാനമല്ല കേട്ടോ, ഇതേ ഒരു പിഞ്ച്, എത്ര പാടുള്ളൂ, ഈ കൈയുടെ 2 വിരലിൽ ഒരു പിഞ്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതാവില്ലെന്നാണ് പറയുന്നത്, ചൊറിയത്തില്ല, മുടി കറക്കുകയും ചെയ്യും നമ്മുടെ. ഈ പറയണ ഇതിൽ തന്നെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. അപ്പോൾ ഞാൻ തുടങ്ങിയ നേരത്തൊക്കെ നന്നായിട്ട് എൻ്റെ മുടി ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് നരച്ചിരുന്നു. ഇപ്പം ഇതൊക്കെ ചെയ്യണോണ്ട് ഒന്നും എനിക്ക് തോന്നുന്നു നര പോയെന്ന് തോന്നുന്നു. ഈ വശമൊന്നും ഒട്ടുമില്ല. അപ്പം ഞാൻ 1 മാസത്തിൽ കൂടുതലായി തോന്നുന്നു ഇത് ഉപയോഗിച്ചിട്ട് തന്നെ. ഇപ്പം എൻ്റെത് ഈ വശം മാത്രം ശകലം. മേത്തൊക്കെ ആവുന്നുണ്ട്. അപ്പം എൻ്റെ ഏതാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉണ്ടോ? ഇനി ഒരു 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാനപ്പം കാണിച്ചു തരാം മുടി എത്രമാത്രം ഇതായിട്ടുണ്ടെന്നൊക്കെ. അപ്പം എല്ലാവരും ഇതുപോലെ യൂസ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെയാണെങ്കിൽ നമ്മുടെ മുടി വീണ്ടും നരച്ച മുടി കറുത്ത മുടിയായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ആഴ്ചയിലും നിങ്ങളങ്ങോട്ട് യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, മുടി കറുത്താലും കറുത്തില്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കറക്കില്ലല്ലോ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. ആ നരച്ച ഭാഗത്ത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഏതാ വീഡിയോ ചെയ്തേക്കണ പോലെ നിങ്ങൾ ചെയ്യുക. അതെല്ലാ ആഴ്ചയിലും അങ്ങ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ അങ്ങ് ഇരിക്കുക. അങ്ങനെ 2-3 കുറച്ചങ്ങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പിടിക്കുക, നാച്ചുറൽ ഡൈ ശരിക്കും പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യം നമുക്കിതും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ നേരത്തെ ചെയ്യേണ്ട, നിങ്ങൾക്ക് നേരത്തെ 1 മാസം കൂടി ചെയ്യേണ്ട ഡൈ ഒരു 2 മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം എനിക്കൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്നും ഇപ്പോൾ ചെയ്യേ വേണ്ട, അതുപോലെ നരച്ചതും കൂടി എനിക്ക് തോന്നുന്നു മറ്റേ ബ്ലാക്ക് കളറായിട്ട് വരിക. അപ്പം അതാണ് നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ ഗുണം, നാച്ചുറൽ ഡൈയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ കരിഞ്ജീരകമൊക്കെയാണ്. കരിഞ്ജീരകത്തിൻ്റെ വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് കരിഞ്ജീരകവും നമ്മുടെ തേയിലപ്പൊടിയും
ആണ്. അപ്പോൾ ആ തേയിലപ്പൊടിയുടെ ഇതും കരിഞ്ജീരകത്തിൻ്റെ ഇതും കൂടിയാണ് നമ്മുടെ ഈ മൈലാഞ്ചിയിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും 100% നമുക്ക് വിശ്വസിക്കാം. അപ്പം ഞാനിനി ഒരു 1.5 മണിക്കൂർ തലയൊക്കെ വാഷ് ചെയ്തിട്ട് കാണാമേ. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീലയമരിപ്പൊടി ഇല്ലേ, അതാണ് ഇടുന്നത്. അപ്പോൾ നീലയമരി മേടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല ബ്രാൻഡഡായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറുപ്പ് കിട്ടും. അപ്പം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ശരിക്കും പറഞ്ഞാൽ മുടി നല്ലതായിട്ട് നരച്ചിരിക്കണവരാണെങ്കിൽ നല്ലതായിട്ട് എടുക്കണം കേട്ടോ. ഇതേ ഒരു പിഞ്ചുപ്പ്, ഇത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതേ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായത്, ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നീലയമരി ഒന്ന് നന്നായിട്ട്, അത് നല്ല നീലയമരി എപ്പോഴും നല്ല പച്ച നിറമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തില്ലേ, അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുടി നല്ല ബ്ലാക്ക് റെഡായിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ മുടിയുടെ ഇടയിൽ ബ്ലാക്ക് കളർ അല്ല, ഈ നമ്മുടെ റെഡ് മുടിയെ അറിയ പോലുമില്ല. അതുപോലെ നമ്മൾ ബീറ്റ്റൂട്ടും കരിഞ്ചീരകമൊക്കെ ഇട്ടേക്കണോണ്ട് ശരിക്കും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും മുടിക്ക്. പിന്നെ നമ്മൾ ഈ നീലയമരി ഇട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും. അതായത് നമ്മുടെ കറുത്ത മുടിയാണെങ്കിൽ പോലും അതിലും കൂടി നല്ലൊരു ബ്ലാക്ക് നിറം കിട്ടും നമുക്ക്. അപ്പം നീലയമരി ഇട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാട്ടോ, നല്ല നീലയമരി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ നീലയമരി ഇല്ലേ, നീലയമരിയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. നീലയമരി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ തന്നെ വരട്ടണേ. അധികം നേരം വെച്ചിരിക്കേണ്ട കാര്യമില്ല. ബ്ലാക്ക് പൊടിയാണെങ്കിൽ ഒന്നും കൂടി നല്ല നിറം കിട്ടും നമുക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടി ഇത് കാണിച്ചതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നരയേ ഉള്ളൂ, അതിവിടെ 2-3 എണ്ണേ ഉള്ളൂ നര. അപ്പം അതിൽ നമ്മൾ ഈ എണ്ണയുടെ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് നല്ല മുടിയുടെ ഇതോടുകൂടി നല്ലൊരു ബ്ലാക്ക് റെഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നീലയമരി ഇട്ടില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. ചിലവർക്ക് നീലയമരി ഇട്ട് കഴിഞ്ഞാൽ ചൊറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇതിടേണ്ട ഒരു കാര്യവും ഇല്ല. അതാണ് ഈ ഹെയർ ഡൈയുടെ ഒരു പ്രത്യേകത. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക്. ഞാൻ പിന്നെ നീലയമരി ഇടുന്നവർക്കും കൂടി ഒരു ഇത് കാണിച്ചതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിയുന്നവർക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനിത് കാണിച്ചത്. നല്ല ബ്ലാക്ക് കളറായിരിക്കും മുടി നമ്മുടെ. എൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് മുടി അധികം നരക്കാത്തത്. അപ്പോൾ നമുക്കിനി നീലയമരി വെച്ച് ഞാൻ 1 മണിക്കൂറേ ഇരിക്കുള്ളൂ കേട്ടോ, മറ്റിട്ട് 1.5 മണിക്കൂർ. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറായിട്ട് കാണാമേ. അപ്പോൾ ഞാൻ നീലയമരിയൊക്കെ ഇട്ട് അതും കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം
മുടിക്ക് ഒന്നും കൂടി നമ്മുടെ ഒരു ചെമ്പൻ കളറാണെങ്കിൽ ഒന്നും കൂടി നല്ല ബ്ലാക്ക് കളർ കിട്ടും നമുക്ക്. അതാണ് നീലയമരി ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഇത്. അപ്പം ഞാനിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നീലയമരി ഇടും കേട്ടോ. നീലയമരി നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം പിന്നെ നീലയമരി ഇട്ട് ചൊറിയണവർക്ക് ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് കേൾക്കണം. അപ്പം ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.